നമസ്കാരം, എല്ലാവർക്കും റെയർ ആൻഡ്രോയിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ എന്നോട് ചോദിച്ചു നമ്മുടെ ഫോണിൻ്റെ ആപ്പൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആപ്പ് ലോക്ക് ഏതാണെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത ഒരു ആപ്പ് ലോക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഈ ഒരു വീഡിയോയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. അപ്പം അതിന് ചെറിയ രീതിയിൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നല്ലതുപോലെ അതിനുള്ള വിശദീകരണം തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കിയേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് കാണുക. ഇവിടെ താഴെയായിട്ട് ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു സ്റ്റാർട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്സാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ആക്കി കൊടുക്കുക. ഓക്കെ, ഞാനവിടെ ലോക്ക് ചെയ്യേണ്ട ആപ്സൊക്കെ സെലക്ട് ആക്കി കൊടുത്തു. ശേഷം താഴെ കാണുന്ന സേവ് എന്ന ആ ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് ഒരു പാറ്റേൺ ലോക്ക് എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പം നമ്മളൊരു പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു പാറ്റേൺ ലോക്ക് കൊടുത്തു. ശേഷം അത് തന്നെ വീണ്ടും കൺഫേം ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ 2 തവണ ഞാനത് കൺഫേം ആക്കിയിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പാസ്വേഡ് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു പാറ്റേൺ ലോക്ക് മറന്നു പോയെങ്കിൽ നിങ്ങൾക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയായിട്ട്. ഒന്നാമത്തത് ഇമെയിൽ ഒതൻറ്റിക്കേഷൻ, അതുപോലെ തന്നെ രണ്ടാമത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നത്. ഇവിടെ ഇമെയിൽ ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ജിമെയിൽ ID വഴി നമുക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ആൻസറും വെച്ച് നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചൂസ് ചെയ്തു. ശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം എന്നത് ക്വസ്റ്റ്യൻ കൊടുത്തു. അതിനുശേഷം തന്നെ ഞാൻ അതിനുള്ള തന്നെ ഉത്തരം കൊടുക്കുകയാണ്, മൈ നെയിം ഈസ് അഷ്കർ എന്നത്. ഓക്കെ, ഞാനിവിടെ അത് കൊടുത്തു, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം ചെയ്യേണ്ടത് താഴെയുള്ള ഓക്കെ എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലോക്ക് ചെയ്ത ആപ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഫേസ്ബുക്ക്, പ്ലേ സ്റ്റോർ, അതുപോലെ തന്നെ സെറ്റിംഗ് ഞാൻ ലോക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ആപ്സ്, പിന്നെ സിസ്റ്റം, സെറ്റിംഗ്, മോർ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ സിസ്റ്റം എന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആൻഡ് അൺഇൻസ്റ്റാൾ ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആക്കുകയാണെങ്കിലോ അതിനുള്ള ലോക്ക് ചോദിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചോദിക്കും, അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ലോക്ക് ചോദിക്കും. രണ്ടാമത് ഇൻകമിംഗ് കോൾസ് ആണ്. ഇൻകമിംഗ് കോൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻകമിനായിട്ട് കോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ലോക്ക് ചോദിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ആക്കാം, വേണ്ടെങ്കിൽ ഡിസേബിൾ ആക്കാം. മൂന്നാമത്തത് റീസെൻറ്റ് ടാസ്ക് ആണ്. റീസെൻറ്റ് ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലോസ് ആക്കാതെ ഇട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ വീണ്ടും റിട്ടേൺ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചോദിക്കണോ വേണ്ടായോ എന്ന ഒരു ഓപ്ഷനാണത്. വേണമെങ്കിൽ എനേബിൾ ചെയ്യുക, വേണ്ടെങ്കിൽ ഡിസേബിൾ ആക്കി ഇടുക. അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്വിച്ച് ലോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെയായിട്ട് വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചോദിക്കണമോ വേണ്ടായോ എന്നത് നിങ്ങൾക്ക് അവിടെ നിന്നും സെലക്ട് ആക്കാവുന്നതാണ്. അടുത്ത സെറ്റിംഗ് എന്ന ഭാഗത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക്കലായി അത് എനേബിൾ ആയി കിടക്കുന്നതായിരിക്കും. നിങ്ങൾ അത് മറ്റൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ കിടക്കേണ്ടത്. അടുത്ത ബേസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ആൻഡ് ലോക്ക് സ്റ്റൈൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ലോക്ക് ടൈപ്പ് എന്ന് കാണാൻ സാധിക്കും, റിട്രീവ് പാസ്വേഡ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ വൈബ്രേഷൻ ഫീഡ്ബാക്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മൾ ചേഞ്ച് ലോക്ക് ടൈപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ വേണോ, അതുപോലെ തന്നെ പിൻ ലോക്ക് വേണോ, പാസ്വേഡ് കൊടുക്കണോ എന്ന് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പാറ്റേൺ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് നമുക്ക് ഡിലേ ലോക്ക് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ലോക്ക് ഡിലേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് ടൈം സെറ്റാക്കി നിങ്ങൾക്ക് ഡിലേ ചെയ്യാൻ സാധിക്കും. ഞാനവിടെ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ ഐക്കൺ സെറ്റാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്യുക, വേണ്ടെങ്കിൽ ഡിസേബിൾ ആക്കി ഇടുക. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ലോക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും.
ഇവിടെ ഡിഫോൾട്ടായിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ താഴെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പേജ് കളർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടെ സെറ്റാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. പിന്നെ താഴേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ലാംഗ്വേജ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലോക്ക് എഞ്ചിൻ തുടങ്ങിയ കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക, വേണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, നമ്മൾ മോറെന്ന ഭാഗത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനെ സംബന്ധിച്ച് മറ്റൊരു ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ റേറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് എഴുതുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത ആ ഒരു ആപ്പ് ലോക്കായോ എന്ന് നോക്കാം. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ ലോക്കായി വന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ഗോട്ട് ഇറ്റ് എന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ കൊടുത്ത ആ ഒരു പാറ്റേൺ ലോക്ക് അവിടെ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആ ഒരു ലോക്ക് കൊടുത്തു. ഫേസ്ബുക്ക് ഇപ്പോൾ ഓപ്പണായി വന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് മറന്നുപോയി, അല്ല ഞാനിവിടെ കൊടുത്ത ഒരു പാറ്റേൺ ലോക്ക് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് ആപ്പാണ് എടുത്തത് അതിൻ്റെ മുകളിൽ വലത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു റൗണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ നേരത്തെ കൊടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ നെയിം എന്നത്. ഞാനവിടെ ആൻസർ കോളത്തിൽ മൈ നെയിം ഈസ് അഷ്കർ എന്ന് ഞാൻ കൊടുത്ത നേരത്തെ കൊടുത്ത ആൻസർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ശേഷം ഓക്കെ അടിക്കുക. നിങ്ങൾക്കിപ്പോൾ പാസ്വേഡ് ഇവിടെ റീസെറ്റ് ആയത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പുതിയൊരെണ്ണം കൊടുക്കുക, പുതിയൊരു പാറ്റേൺ കൊടുത്ത് നമ്മളത് സെറ്റാക്കുക. ഓക്കെ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.